ഹായ് മുത്തുമണികളെ, ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് വെണ്ടക്ക പൊരിയലാണ്. അതിന് വേണ്ട സാധനങ്ങൾ: ഒരു 300 ഗ്രാം വെണ്ടയ്ക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, അതും ചെറുതായി മുറിച്ചത് വേണേ. അതിൻ്റെ കൂടെ വേണ്ടത് ഒരു സവാളയാണ്, അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, കടുക്. ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി അതിലേക്കിട്ടൊന്ന് മൂപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചെറുങ്ങനെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സവാള അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് വഴറ്റുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ആഡ് ആക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈവിടാതെ ഇളക്കി കൊടുക്കുമ്പോഴാണ് ആ വെണ്ടക്ക പൊരിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഉപ്പേരിയൊക്കെ പോലെ ആയിപ്പോകും കേട്ടോ. നല്ല രീതിക്ക് തന്നെ അത് ഇങ്ങനെ കൈവിടാതെ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് അതിൽ കുറച്ച് കാശ്മീരി ചില്ലി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി ഗരം മസാല, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. മെയിൻ ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കേട്ടോ ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒന്നും ചോറിന് വേണ്ട.